തെക്ക് പടിഞ്ഞാറ് ദിക്കിൽ നാം അറിയാതെ പോകുന്ന ചില വാസ്തുദോഷങ്ങളുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു കോമ്പസ് എത്രയുണ്ട്? 360 ഡിഗ്രിയാണ്. എത്ര ദിക്കുണ്ട്? 8. 360 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 45 കിട്ടും. അപ്പോൾ ഒരു വീടിനെ നമ്മൾ കറക്റ്റ് 9 ആയിട്ട് തിരിക്കുമ്പോൾ 8 ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും. അപ്പോൾ ഈ 8 ദിക്കുകൾ ഓരോ 45 45 45 വീതം തിരിക്കുമ്പോൾ ആ 45 എന്ന് പറയുന്ന തെക്കു പടിഞ്ഞാറ് എന്ന് പറയുന്ന ദിക്കിനകത്ത് ഒരു കാരണവശാലും ടോയ്ലറ്റ് വരാൻ പാടില്ല. അപ്പോൾ എർത്ത് എനർജി അവിടെ ടോയ്ലറ്റ് വന്നപ്പോൾ സ്വാഭാവികമായും വീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറച്ചും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് നമുക്ക് ക്രിസ്റ്റൽ ബോൾ ഉപയോഗിക്കാം. തെക്കു പടിഞ്ഞാറ് ദിക്കിൽ നാം അറിയാതെ പോകുന്ന ചില വാസ്തുദോഷങ്ങളുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് അത് വാസ്തുദോഷം നമ്മളിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു പ്ലാനിലൂടെ നമുക്ക് നോക്കാം. ഇത് നമ്മളൊരു വീടിൻ്റെ പ്ലാൻ കൊടുത്തിരിക്കുകയാണ്. പ്ലാൻ കൊടുത്തിരിക്കുമ്പോൾ നമുക്ക് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു കിച്ചൺ, സൗത്തിൽ ഒരു ഡൈനിങ്, സൗത്ത് വെസ്റ്റിൽ ഒരു ബെഡ്റൂം, ഈ കോർണർ ഡ്രസ്സിങ് ഏരിയ ആണ്. ഇവിടെ ഈ ഭാഗത്ത് വന്നിട്ടാണ് ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റ കണ്ണിലൂടെ നോക്കുമ്പോൾ എന്താണ്? തെക്ക് പടിഞ്ഞാറ് മൂല ഒരു കാരണവശാലും ടോയ്ലറ്റ് വന്നിട്ടില്ല. അവിടെ ഡ്രസ്സിങ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. വെസ്റ്റിൽ ഒരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്, അത് ക്ലോക്ക് വൈസിലാണ്. അടുത്തത് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ബെഡ്റൂമും അതിൻ്റെ ടോയ്ലറ്റും ഡ്രസ്സിംഗ് റൂമായിട്ട് കൊടുത്തിരിക്കുന്നു. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് സിറ്റ് ഔട്ട്, അവിടെ മെയിൻ ഡോർ, ലിവിങ്. വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്ലാൻ എടുത്ത് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നും. പക്ഷേ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു വാസ്തു പ്രശ്നം എന്ന് പറയുന്നത് ഈ വീടിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഇതിൻ്റെ ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇല്ല സാറേ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് ഇല്ല, കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു കോർണറാണ്. ഈ കോർണറിൽ നമുക്കിരിക്കുന്ന റൂം എന്ന് പറയുന്നത് ഡ്രസ്സിംഗ് റൂമാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഉള്ളത്. കാരണം ഒരു ദിക്കെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ പോയിന്റ് മാത്രമല്ല ആ ദിക്ക് വരുന്നത്. ആ വീടിനെ കറക്റ്റ് 9 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ 9-ലൊരു ഭാഗം ആ ദിക്കായിട്ട് വരും. ഇതൊരു ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ ഒന്ന് വരയ്ക്കാം. ഈ വീടിനെ ഞാൻ കറക്റ്റ് 9 ആയിട്ട് തിരിച്ചു. അപ്പോൾ ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് കോർണർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടം നിന്ന് തുടങ്ങി ഇവിടം വരെ ഉള്ള ഒരു 45 ഡിഗ്രി ഇത്രയും തെക്ക് പടിഞ്ഞാറാണ്. അപ്പോൾ ഈ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന 45 ഡിഗ്രിക്കകത്ത് എന്തുണ്ട്? ഉറപ്പായിട്ടും ഈ ടോയ്ലറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വീടിനെ കറക്റ്റ് 9 ആയിട്ട് തിരിക്കുമ്പോൾ അതിൽ ആ 45 ഡിഗ്രിക്കകത്ത് ഒരു കാരണവശാലും ഈ ടോയ്ലറ്റ് വരാൻ പാടില്ല. അപ്പോൾ മൊത്തത്തിലൊരു കോമ്പസ് എത്രയുണ്ട്? 360 ഡിഗ്രിയാണ്. എത്ര ദിക്കുണ്ട്? 8. 360 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 45 കിട്ടും. അപ്പോൾ ഒരു വീടിനെ നമ്മൾ കറക്റ്റ് 9 ആയിട്ട് തിരിക്കുമ്പോൾ 8 ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും. അപ്പോൾ ഈ 8 ദിക്കുകൾ ഓരോ 45 45 45 വീതം തിരിക്കുമ്പോൾ ആ 45 എന്ന് പറയുന്ന തെക്കു പടിഞ്ഞാറ് എന്ന് പറയുന്ന ദിക്കിനകത്ത് ഒരു കാരണവശാലും ടോയ്ലറ്റ് വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ ഈ ഭാഗത്ത് ടോയ്ലറ്റ് ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകാവുന്ന അതേ ബുദ്ധിമുട്ടുകൾ ഈ ഭാഗത്തെ ടോയ്ലറ്റ് മൂലവും നമുക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ ഒരു കാരണവശാലും ഇതില്ല. അപ്പോൾ നമുക്ക് ഒറ്റ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് എന്തായിട്ട് ഇത് കുഴപ്പമില്ലാത്തൊരു പ്ലാൻ ആണെന്ന് തോന്നും. പക്ഷേ ഉറപ്പായിട്ടും ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ദിക്കിൽ ഈ ടോയ്ലറ്റ് വന്നിട്ടുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ടോയ്ലറ്റ് വന്നാൽ അതിനെന്താണ് പരിഹാരം എന്നുകൊണ്ടുള്ള പറഞ്ഞുതരാം. ഈ ടോയ്ലറ്റിനകത്ത് ഒന്നുകിൽ ഒരു 5 ഉള്ളിലാണേ ഒരു 5 റോഡ് വിൻചെയിം ഇതിനകത്ത് ഹാങ് ചെയ്യണം. അതല്ലെങ്കിൽ ഒരു വളഞ്ഞ കത്തി വെക്കുക. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇത് എവിടെ വെക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. ഈ ടോയ്ലറ്റിനകത്ത് എവിടെ വന്നാലും അതിന് പരിഹാരമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പരിഹാരം ചെയ്യാം. ഇതും കൂടെ പറഞ്ഞുതരാം. ഈ വീടിൻ്റെ ഔട്ട് സൈഡിൽ ഈ ഭാഗത്ത് ഒരു റെഡ് ലൈറ്റ് ഇടാം. മിനിമം 3 മണിക്കൂറെങ്കിലും വേണം, അല്ലെങ്കിൽ ഫുൾ ടൈം ഈ ലൈറ്റ് ഇടണം. അപ്പോൾ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ നമ്മളൊരു പരിഹാരം ചെയ്തു, അതുപോലെ വീടിൻ്റെ പുറത്തും നമുക്കൊരു പരിഹാരം ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്കിതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് ഞാൻ വാസ്തുവും ഫംഗ്ഷനും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് നിങ്ങളുടെ പ്രശ്നവും പരിഹാരവും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾക്കും ഫെങ്ഷുയിൽ പ്രധാനമായിട്ടും ചില ടൂളുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കുന്ന 1-2 ടൂളുകൾ പറയാം. ഇനി ഇത് ആ ഭാഗത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഉണ്ടാകുന്നത് ഒരു എർത്ത് എനർജിയാണ്. അപ്പോൾ എർത്ത് എനർജി അവിടെ ടോയ്ലറ്റ് വന്നപ്പോൾ സ്വാഭാവികമായും വീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറച്ചും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് നമുക്ക് ക്രിസ്റ്റൽ ബോൾ ഉപയോഗിക്കാം. ഇത്തരത്തിലുള്ള 2 ബോളുകളാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ക്രിസ്റ്റൽ പിരമിഡുകളും ആ ഭാഗത്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനി തെക്കു പടിഞ്ഞാറിൻ്റെ ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത് കപ്പിൾസുകൾ തമ്മിലുള്ള ഐക്യമാണ്. ആ ഐക്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഒരു ജോഡി മണ്ടേരിയൻ ഡെക്കിൻ്റെ സ്റ്റാച്ചു ആ ഭാഗത്ത് വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ ക്രിസ്റ്റൽ ഗ്ലോബും ആ ഭാഗത്ത് വയ്ക്കുന്നത് എർത്ത് എനർജി എൻഹാൻസ് ചെയ്യാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. നന്ദി.